CPM ജനറൽ സെക്രട്ടറി MA ബേബി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ 70-ാം മിനിറ്റും അല്ലെങ്കിൽ 80-ാം മിനിറ്റും കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയം, ആ തരത്തിലുള്ളൊരു വിജയം അവസാന നിമിഷം അർജന്റീന പുറത്തെടുക്കും എന്ന് കരുതിയിരുന്നു. 80 മിനിറ്റ് കഴിയുമ്പോൾ വിശേഷിച്ച് ഈജിപ്തിനെതിരായിട്ടുള്ള കളിയിൽ 2 ഗോളിന് പിന്നിട്ട് നിന്നിട്ട് 3 ഗോൾ അടിച്ചതുപോലെ ഇംഗ്ലണ്ടിനെതിരായിട്ട് 1 ഗോളിന് പിന്നിട്ട് നിന്നിട്ട് വളരെ കരുത്തന്മാരായ ടീമാണ് ഇംഗ്ലണ്ട്, പ്രതിരോധനിരയാണ്, എന്നിട്ട് 2 ഗോള് അടിച്ചത്. അതുപോലെയുള്ള ചില വിസ്മയങ്ങൾ മെസ്സിയുള്ള അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിന് വലിയ സാധ്യത കൊടുക്കാത്ത വിധത്തിൽ വളരെ കരുത്തുറ്റ, ഈ പഴകിപ്പോയ ഒരു പ്രയോഗമാണെങ്കിൽ എണ്ണയിട്ട യന്ത്രം പോലുള്ള ഒരു മൂവ്മെന്റാണ്. ബോൾ പൊസഷൻ സ്പെയിൻ്റെ കയ്യിലായിരുന്നു. അർജന്റീനയ്ക്ക് ബോൾ കിട്ടുമ്പോഴും അവര് അത് കൈമാറുന്നതിനിടയ്ക്ക് ഇവര് പ്രസ് ചെയ്തിട്ട് പന്ത് വീണ്ടെടുക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായ ഒരു പദ്ധതി സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് അവര് ഫ്രാൻസിനെതിരായിട്ട് കളിച്ചത് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനൊരു മറുതന്ത്രം ആവിഷ്കരിക്കാതിരുന്നത് ഒരുപക്ഷെ ഇവരെ ഗോളടിപ്പിക്കാതെ ഇന്ന് ചെയ്തതുപോലെ നിശ്ചിത സമയത്ത് അവർക്ക് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അത് അർജന്റീനയുടെ ഒരു തന്ത്രം തന്നെ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ. എന്നിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഗോൾ അടിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിക്കുക എന്നൊക്കെയുള്ളതാണ്. ഗോൾ അടിച്ചു കഴിഞ്ഞപ്പം എക്സ്ട്രാ ടൈമിലാണ് ഗോൾ അടിക്കുന്നത്, അപ്പോഴാണ് ഇവർ കളിയെടുത്ത് തുടങ്ങുന്നത്. അപ്പം അങ്ങനൊരു പദ്ധതിയായിരുന്നെങ്കിൽ, തയ്യാറാക്കിയൊരു പദ്ധതിയായിരുന്നുവെങ്കിൽ അതൊട്ടും സ്വീകാര്യമായ ഒരു രീതിയല്ല. ഫുട്ബോളിന്റെ ചന്തം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മുടെ KWGയുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി ടീച്ചർ ഒരു കാര്യം പറഞ്ഞിരുന്നു, അർജന്റീനയെ വളരെ ഇഷ്ടമാണ്, പക്ഷേ അവസാന വിജയം സ്പെയിൻ ആയിരിക്കുമെന്ന്. അങ്ങ് ആ തരത്തിലുള്ള സ്പെയിൻ ഒരു വിജയം ഉണ്ടാകുമെന്ന് കണക്കൂട്ടിയിരുന്നു? അല്ല, ഞാനിതിനോട് പ്രതികരിച്ചിരുന്നത്, ഇപ്പോഴും പ്രതികരിക്കുന്നത്, ഈ കളി ജയിക്കാൻ വേണ്ട, ഫൈനൽ ജയിക്കാൻ വേണ്ട കളി സ്പെയിന്റെ കയ്യിലാണ് കൂടുതലുള്ളത്, അർജന്റീനയുടെ കയ്യിലുമുണ്ട്. ഈ 2 ടീമുകളുടെയും പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കളിയും തോക്കാതെ എല്ലാ കളിയും ജയിച്ചു വന്നത് അർജന്റീനയാണ്. സ്പെയിൻ ഒരു കളിയും തോറ്റില്ല, പക്ഷെ ഒരു കളി സമനിലയായി. കേപ്പ് വെർദെയുമായിട്ടുള്ള കളി ഗോൾ രഹിത സമനിലയായിരുന്നു. അപ്പം 2 ടീമുകളുടെയും പഴയ ഈ ലോകകപ്പിലെ തന്നെ അവരുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ തുല്യശക്തികളാണ്. എന്നാൽ സെമിഫൈനലിൽ സ്പെയിന്റെ കളി ഫ്രാൻസിനെതിരായിട്ട് അമ്പരപ്പിക്കുന്നതായിരുന്നു. അതവർക്ക് ഫൈനലിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടിനെതിരായിട്ട് സെമിഫൈനലിൽ നടത്തിയ അവരുടെ കളി എടുക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തർക്കും ഓരോ ദിവസമുണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് അർജന്റീനയുടെ ദിവസമായിരുന്നില്ല. പക്ഷെ അവർ ഒരർത്ഥത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. തിളങ്ങിയത് ഒറ്റയാളേ ഉള്ളൂ അർജന്റീനയുടെ ടീമിൽ, അത് ഗോളി എമിലിയാനോ മാർട്ടിനസ് ആണ്. അദ്ദേഹം ഗോൾ വല കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1/2 ഡസൻ ഗോളിന് സ്പെയിനിന് ജയിക്കാൻ. സെവനപ്പൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ബ്രസീലിനെ, ജർമ്മനിയുടെ നേരത്തെ വാങ്ങിയത്. അപ്പൊ ഈ ഗോളിയുടെ മികവ് കൊണ്ടാണ് ആ തരത്തിലുള്ള വലിയൊരു പരാജയം ഏറ്റുവാങ്ങാതിരുന്നത് അല്ലേ? ഗോളിയും ഡിഫൻസും. ഇപ്പൊ സ്പെയിന്റെ ഗോളിക്ക് അധികം ഗോള് വഴങ്ങേണ്ടി വരാതിരുന്നത് അവർ ഡിഫൻസ് വളരെ പ്രബലമായതുകൊണ്ടാണ്. അപ്പോ ഇന്ന് എമിലിയാനോ മാർട്ടിനസിന്റെ പ്രാഗൽഭ്യം മാത്രമല്ല, അർജന്റീനിയൻ ഡിഫൻസും ഇവരുടെ ഒരുപാട് നീക്കങ്ങൾ ഡിഫൻസിൽ തട്ടി പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം പ്രതിരോധ നിരയാണ് അർജന്റീനയുടെ ഇന്ന് തിളങ്ങിയത്. ആക്രമണ നിര, മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ആക്രമണ നിര ശോഭിച്ചില്ല. അത് അവസാനത്തെ 10-20 മിനിറ്റാണ് അവർ എപ്പോഴും ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാറുള്ളത്. ഇത് അവർ ഗോളടിച്ചതിന് ശേഷം, സ്പെയിൻ ഗോളടിച്ചതിന് ശേഷമാണ് ആക്രമണം നടത്താനും ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും അർജന്റീനയ്ക്ക് കഴിഞ്ഞത്. അപ്പൊ കളിയുടെ പൊതുഗതിക്ക് വിപരീതമായി അവസാനം അവർ സൃഷ്ടിച്ച ഗോളവസരങ്ങൾ ഒന്ന് വേണേൽ ഗോളായിട്ട് മാറാമായിരുന്നു. ഒരെണ്ണം ജസ്റ്റ് ബാറിന്റെ മുകളിൽ കൂടെ പോയതാണ്, അതകത്തേക്ക് പോകാമായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലിന്റെ നിലവാരത്തിലേക്ക് കളി ഉയർന്നില്ല. സ്പെയിന്റെ കളി വളരെ മികച്ചതായിരുന്നു. അർജന്റീനയുടെ മികച്ച കളി ഗോളിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഉണ്ടായത്. അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി അർജന്റീനയുടെ ഭാവി എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള ഒരു അഴിച്ചുപണിയായിരിക്കും വേണ്ടി വരുന്നത്? അല്ല, അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ശക്തിയാണ് അർജന്റീന. ഇപ്പൊ സെമിഫൈനലിൽ എത്തിയ 4 ടീമുകളും ലോകത്തെ റാങ്കിങ്ങിൽ ഏറ്റവും മുകളിലുള്ള 4 രാജ്യങ്ങളാണ്. മെസ്സി തന്നെ 3 തവണ അർജന്റീനയെ ഫൈനലിലേക്ക് കൊണ്ടുവന്നു.
ഒരിക്കൽ ജർമ്മനിയോട് തോറ്റു, ഗോഡ്സയുടെ ഒരു പിന്നെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ. ഇപ്പം സ്പെയിനോട് തോറ്റു. കഴിഞ്ഞ തവണ വളരെ നാടകീയമായ നിമിഷങ്ങളുണ്ടായിരുന്ന കളിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടി. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് 2 തവണ വന്നിട്ടുള്ളത് മെസ്സി മാത്രമേ ഉള്ളൂ. ഇത്തവണയും യഥാർത്ഥത്തിൽ മെസ്സിയെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അവർ തിരഞ്ഞെടുത്തവരിപ്പം ഞാൻ നോക്കുമ്പോൾ റോഡ്രി സ്പെയിനിന്റെ ക്യാപ്റ്റനെയാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് 2ാം സ്ഥാനം മെസ്സിക്ക് കൊടുത്തു. യഥാർത്ഥത്തിൽ 1ാം സ്ഥാനം തന്നെ മെസ്സിക്ക് അർഹതപ്പെട്ടതാണ്. മെസ്സിക്ക് കൊടുക്കാത്തതിന്റെ കാരണം 2 തവണ ആൾറെഡി നേടിക്കഴിഞ്ഞല്ലോ എന്നുള്ളത് കൊണ്ടാണ്. മൊത്തം ഈ മത്സരത്തിലെ ലോകകപ്പിലെ കളി വിലയിരുത്തുമ്പോഴത്തേക്ക് ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് മെസ്സി നടത്തിയത്. പുതിയൊരു ടീമിനെ വളർത്തിയെടുക്കാൻ പിന്നെ സ്കലോണിയാണോ ഇനി തുടരാൻ പോകുന്നതെന്നുള്ളത് അറിഞ്ഞുകൂടാ. തുടർച്ചയായിട്ട് 2 ഫൈനലെത്തിച്ചല്ലോ സ്കലോണി. പിന്നെ കോപ്പ അമേരിക്ക നേടി, ഫൈനലിസിമോ നേടി. ഇന്നും ഒരു ഫൈനലിസിമോ ആയിരുന്നു. യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് ഇപ്പം പിന്നെ സ്പെയിൻ. കോപ്പ അമേരിക്ക അവിടുത്തെ വിജയിയാണ് പിന്നെ അർജന്റീന. ചെറുപ്പക്കാരുടെ വലിയൊരു നിര അർജന്റീനയ്ക്കുണ്ട്. ഒരു പ്രയാസവും കൂടാതെ അവർക്ക് പുതിയൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു യാത്രയപ്പായിരുന്നോ മെസ്സി അർഹിച്ചിരുന്നത്? കപ്പ് നേടി വിരമിക്കണം മെസ്സി എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. പക്ഷേ ഈ ലോകകപ്പിലെ മൊത്തം പെർഫോമൻസ് നോക്കുമ്പം ഈ ലോകകപ്പിൽ വെച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾ സ്കോർ ചെയ്ത പട്ടികയിൽ നിലവിലുണ്ടായിരുന്ന ജർമ്മൻ കളിക്കാരനെ പിന്നെ പിന്നിലാക്കിക്കൊണ്ട് മെസ്സി 1ാം സ്ഥാനത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും അത് പുതുക്കിക്കൊണ്ടിരുന്നു. 20 ഗോൾ നേടി ആരും ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് മെസ്സിയാണ് ആദ്യം 20 ഗോളിലെത്തിയത്. ഇപ്പൊ എംബപ്പ എത്തുകയും മെസ്സിയെ മറികടക്കുകയും ചെയ്തു. അപ്പൊ ഈ ലോകകപ്പ് മെസ്സിയുടെ ഒരു ലോകകപ്പായിട്ടും ഓർമ്മിക്കപ്പെടും. പക്ഷേ ഫൈനലിലെത്തി പിന്നെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അത് ബെസ്റ്റ് പ്ലെയർ എന്നുള്ളതിലും റോഡ്രി 1ാം സ്ഥാനത്തും മെസ്സി 2ാം സ്ഥാനത്തും എംബപ്പ 3ാം സ്ഥാനത്തുമാണ്. അപ്പൊ ഇതിലും തന്റെ പ്രാഭവത്തിന്റെ മുദ്ര പതിപ്പിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കപ്പെടുത്തുകൊണ്ട് റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ അതാണ് നമ്മളെല്ലാം കൂടുതൽ ആഹ്ലാദിക്കുമായിരുന്നത്. ഏവരും ആഗ്രഹിച്ചിരുന്നത് എം.എ. ബേബി പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കപ്പെടുത്തുകൊണ്ടുള്ള ഒരു മെസ്സിയുടെ വിരമിക്കലായിരുന്നു. അത് സംഭവിച്ചില്ല. എങ്കിലും മെസ്സിയോടുള്ള ഇഷ്ടം ഒട്ടും കുറയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമൽ ജോണിനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.